ഹായ്, ഞാനിന്നേ നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടൊരു പാവയ്ക്ക മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ പാവയ്ക്ക ഞാൻ ഒരെണ്ണം എടുത്ത് അത് നല്ലോണം ഒന്ന് ഉപ്പിട്ട് പുരട്ടി വെച്ച് അതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുത്ത്, പിന്നെ ഒരു 10 ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ ചുമന്ന വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും, പിന്നെ കടുക്, പിന്നെ ഉലുവ, ഇത്ര ഐറ്റംസാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ. ഒരു ചട്ടി വെച്ചു, അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് ഫസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കടുകിട്ട്, പിന്നെ വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ പിന്നെ ഞാൻ ഇട്ടത് പിന്നെ പച്ചമുളക്, പിന്നെ ഞാൻ ഇട്ടത് പിന്നെ ചുവന്നുള്ളി, എല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുത്തു. നല്ലോണം വഴറ്റി അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതൊരു ഐറ്റംസാണ്, അടിപൊളിയാണ്. അതിന് ശേഷം ഞാൻ ഇത് നല്ലോണം വഴറ്റി വന്നതിന് ശേഷം ഞാൻ നമ്മളെ പാവയ്ക്ക പിഴിഞ്ഞ് വെച്ച ആ ഒരു ഇതും കൂടെ ഞാൻ അതിലേക്ക് മിക്സ് തട്ടി അത് നല്ലോണം വഴറ്റി. ഇതേ പാവയ്ക്ക പിഴിഞ്ഞത് എനിക്കൊരു പാവയ്ക്ക പിഴിഞ്ഞ് കിട്ടിയ അത്രയും ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് പിന്നെ പാവയ്ക്ക നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നല്ല വഴറ്റി വരണം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കായം, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഐറ്റംസാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത്. അത് നല്ലോണം വഴറ്റി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റി. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിൽ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെള്ളം ചേർക്കാനേ പാടില്ല. എന്നിട്ട് ആ തൈര് അതിൽ മിക്സ്